സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിലെ വിഷയങ്ങൾ ഇന്ന് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ശ്രദ്ധ നിരന്തരമായി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെബനനിലുള്ള ഹിസ്ബുള്ള ഭീകരരെ ഇസ്രായേൽ നേരിടാൻ തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരാഴ്ചയാവുന്നു. പേജറുകളിൽ ബോംബുകൾ പൊട്ടിത്തുടങ്ങിയ ആ ഒരു വിഷയം ഇന്ന് ഒരു ഓപ്പൺ വാർ, ഒരു തുറന്ന യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് മാറുകയാണ്. പക്ഷെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇതൊരു കൺവെൻഷണൽ വാറല്ല. കൺവെൻഷണൽ വാർ രാജ്യങ്ങൾ തമ്മിലാണ് നടക്കാറ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നതിനെയാണ് നമ്മൾ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ എന്ന രാജ്യം അവരുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവരുടെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ചില ഭീകരരുമായി സംഘർഷത്തിലേർപ്പെടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ മാവോയിസ്റ്റുകളെയൊക്കെ നേരിടുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് വാസ്തവത്തിലൂടെ സംഭവിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ലെബനോനുമായി ഇസ്രായേൽ ഏറ്റുമുട്ടുന്നു എന്ന് വാർത്താമാധ്യമങ്ങൾ തലക്കെട്ട് കൊടുക്കുമ്പോഴും ഓർക്കണം, ലെബനനിലെ ഔദ്യോഗിക ഗവൺമെൻറ് ഇസ്രായേലുമായി യുദ്ധത്തിലല്ല. ലെബനനിലെ ഔദ്യോഗിക ഗവൺമെൻറ് അവരുടെ രാജ്യത്ത് നടന്ന പേജർ ആക്രമണങ്ങളെയൊക്കെ അവരുടെ രാജ്യത്തിനെതിരായ ആക്രമണമായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ലെബനൻ്റെ ഔദ്യോഗിക മിലിറ്ററി, ലെബനൻ പട്ടാളം ഇസ്രായേലുമായി യുദ്ധത്തിലേർപ്പെടുന്നില്ല. ലെബനനിൽ താമസമാക്കിയിട്ടുള്ള ഹിസ്ബുള്ള ഭീകരർ എന്ന് വിളിക്കുന്ന മുസ്ലിം തീവ്രവാദികളാണ്, മത തീവ്രവാദികളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. 1982 സ്ഥാപിതമായ കാലം മുതൽ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ് ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അവർക്ക് എന്താ ഇസ്രായേലിനോട് ദേഷ്യം എന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമിക ഫണ്ടമെൻ്റലിസവുമായി ബന്ധപ്പെട്ടതാണ്. കാലഘട്ടം വളരെയേറെ മാറി. 1982 അല്ല, 2024. ലോകത്തിൻ്റെ ചിന്തകളിൽ, പ്രത്യേകിച്ചും ഇസ്ലാമിക ലോകത്തിൻ്റെ ചിന്തകളിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. പണ്ട് ഇസ്രായേലിനെതിരെ ഇത്തരം ഭീകര സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ വാളെടുത്ത് ചാടാൻ നിന്നിരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും ഇന്ന് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മത തീവ്രവാദം എന്ന കറുപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ലഹരിയായി നിൽക്കുന്ന ഈ ഭ്രാന്ത്, മറ്റു മനുഷ്യനെ ശത്രുവായി കാണുന്ന, ദൈവത്തിൻ്റെ പേരിൽ ശത്രുവായി കാണുന്ന ആ ഭ്രാന്ത് അത് ലോകത്തുനിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക ലോകത്ത്. ഇസ്ലാമിക ലോകം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അറബ് രാജ്യങ്ങളാണ്. മറ്റ് തേർഡ് വേൾഡ് കൺട്രീസിൽ ഇവിടെ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒരുപക്ഷെ ഇന്ത്യയിലെ പോലും ജീവിക്കുന്ന മുസ്ലിം മതസ്ഥരായിട്ടുള്ള ആളുകൾ ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം വളരെ വേഗം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലാവുന്നു അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ലോകം ഏറ്റവും വെറുക്കപ്പെട്ടവരെന്ന നിലയിൽ, ഭയപ്പെടേണ്ടവരെന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണി എന്ന നിലയിൽ തങ്ങളെ കാണാൻ തുടങ്ങിയത് ഈ രോഗമുള്ളത് കൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്ന ഭ്രാന്തിൽ നിന്ന് അറബ് രാജ്യങ്ങൾ മിക്കവാറും മുക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഏറ്റുമുട്ടുമ്പോഴും അറബ് രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തു നിന്നും ഒരു ശബ്ദവും കേൾക്കാതെ, കുറച്ച് ശബ്ദം വെക്കണമെന്ന് താല്പര്യമുള്ള ഇറാൻ ആവട്ടെ ഭയന്ന് വിറച്ച് എലിയെപ്പോലെ മാളത്തിൽ ഒലിച്ചിരിക്കുകയാണ്. അതിൻ്റെ റീസൺ ഈ പേജർ ബോംബ് സ്ഫോടനമാണ്. ഈ പേജർ ബോംബ് സ്ഫോടനം യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റം കുറിച്ചിട്ടുണ്ട്. മാറ്റം ഇതാണ്: ഇസ്രായേലിൻ്റെ ടെക്നോളജി ആരുടെ പോക്കറ്റിനുള്ളിലാണ്, ആരുടെ ഹൃദയത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് അവരുടെ ടെക്നോളജിക്കൽ വെപ്പൺ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള യാതൊരു നിവൃത്തിയും ആർക്കും ഇല്ല എന്നുള്ളതാണ്. ഏത് നിമിഷവും ആരും പൊട്ടിത്തെറിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ലെബനനിലെ കാര്യം തന്നെ എടുത്താൽ, ലെബനനിലെ സർവ്വ മനുഷ്യരുടെയും മൊബൈൽ ഫോണിൽ പേഴ്സണൽ മെസ്സേജ് വന്നിരിക്കുന്നു: നിങ്ങളുടെ ഭവനങ്ങൾ
ഹെസ്ബുള്ള ഭീകരർ മിസൈൽ അയക്കാനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഭവനത്തിന് മേലെ ഇസ്രായേലി മിസൈലുകൾ വന്ന് വീഴും. കാരണം ഇസ്രായേലി മിസൈലുകളെല്ലാം ഹീറ്റ് സെൻസിങ് മിസൈലുകളാണ്. ഇവരെ എവിടെ നിന്നാണോ ഹെസ്ബുള്ള ഭീകരൻ മിസൈൽ അയക്കുന്നത്, ആ മിസൈൽ പുറപ്പെട്ട് ഇസ്രായേലിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത്, അത് പലപ്പോഴും ലാൻഡ് ചെയ്യാറില്ല, ആകാശത്ത് വെച്ച് തന്നെ അവർ തകർത്ത് കളയും. പക്ഷെ ആ തകർക്കുന്ന പോയിന്റ് മുതൽ അതിനെ ബാക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അത് എവിടുന്നാണ് വന്നതെന്നുള്ളത് ബാക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. സാറ്റലൈറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ദാറ്റ് ഇസ് ഹീറ്റ് റേഡിയേഷൻ, അത് പിന്നെ ഒരു മിസൈല് ട്രാവൽ ചെയ്യുന്ന റീജിയണിൽ മുഴുവൻ അത് ഹീറ്റ്, ചൂട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വരിക. അപ്പോൾ ആ ചൂട് വർദ്ധിപ്പിച്ച റീജിയൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൻ്റെ സാന്നിധ്യം ട്രേസ് ചെയ്ത് ഇത് എവിടെ നിന്നാണ് പൊങ്ങിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവർ ഹമാസ് ഭീകരരെ നേരിടുന്ന സമയത്തും ഇതേ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരുന്നത്. അവർ എവിടെ നിന്ന് മിസൈൽ അയക്കുന്നുവോ ആ മിസൈൽ അയക്കുന്ന പോയിന്റ് അവർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ പോയിന്റിലേക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മിസൈലുകളാണ് തിരിച്ചയക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ആ എവിടെ നിന്ന് പുറപ്പെട്ടോ ആ പുറപ്പെട്ട കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് വീഴും. അത് വീഴുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വീടിൻ്റെ മുകളിൽ നിന്നാണ് ഈ മിസൈൽ അയച്ചിട്ടുള്ളത്. ആ വീട് തകർന്നു പോകും. ഒരുപക്ഷെ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർ അറിഞ്ഞിട്ടുണ്ടാവില്ല തൻ്റെ വീടിൻ്റെ മുകളിൽ ഈ സാധനം അയച്ചു എന്നുള്ളത്. ഇതുപോലെയാണ് ഇവർ ഹമാസ് ഭീകരർ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ പിന്നെ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളുകളിൽ നിന്നും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ആളുകളുടെ ഇടയിൽ നിന്നും മിസൈലുകൾ അയക്കുകയും ആ മിസൈലുകൾ പുറപ്പെട്ട റീജിയനെ ട്രേസ് ചെയ്ത് വരുന്ന മിസൈലുകൾ ആളുകളുടെ തലയിൽ പതിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? പലരും ഇത് ലോക യുദ്ധമായി മാറും എന്നൊക്കെ ഭയപ്പെടുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു 15 വർഷം അല്ലെ 20 വർഷം മുൻപാണ് ഈ ഹിസ്ബുള്ള ഭീകരരെ ഇത്തരത്തിൽ ഇസ്രായേൽ നേരിടുന്നതെങ്കിൽ നിശ്ചയമായും ഇത് വലിയൊരു യുദ്ധമായി വളർന്നേനെ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇത് വലിയൊരു യുദ്ധമായി വളരാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരെ ഹിസ്ബുള്ള ഭീകരർ എന്ന് പറയുന്നവർ ഭീകരരാണ്, അവരാരുടെയും സുഹൃത്തുക്കളല്ല. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറാൻ ഇവരെ ഉപയോഗിക്കുന്നു, ഇറാന്റെ ഒരു കൈയായിട്ട്. പക്ഷേ ഇറാന്റെ അകത്ത് ഇവരെ ജീവിക്കാൻ അവർ സമ്മതിക്കുകയില്ല. ഇറാന്റെ ഔദ്യോഗിക പട്ടാളമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അവരാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത്. അത് വേറൊരു രാജ്യത്ത് കൊണ്ടുവന്ന് അവരുടെ ശത്രുവിന് നേരെ ഒരു പ്രോക്സി വാർ അല്ലെങ്കിൽ പിന്നെ ഒളിയുദ്ധം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ഒരു യുദ്ധം നടത്താൻ വേണ്ടി അവർ വളർത്തിക്കൊണ്ട് തീറ്റിപ്പോറ്റി കൊണ്ടുവരുന്ന ഒരുതരം വേട്ടപ്പട്ടികളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പൂർണ്ണമായും തകർന്നു പോയി. പേജറുകൾ പൊട്ടിത്തെറിച്ചു, വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. അങ്ങനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഒരെണ്ണം പോലും തൊടാൻ അവർക്ക് ധൈര്യമില്ലാത്ത സാഹചര്യം വന്നു. കമ്മ്യൂണിക്കേഷൻ സംവിധാനം വർക്ക് ചെയ്യാതെ എങ്ങനെയാണ് ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അല്ലെങ്കിൽ ഒരു ഫൈറ്റ്, ഇതിനെ ഒരു യുദ്ധം എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇത് ഒരു കോമ്പിംഗ് ഓപ്പറേഷനാണ്. ഈ ജനങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഈ ഭീകരരെ തെരഞ്ഞു പിടിച്ച് വധിക്കേണ്ട ഒരു ചുമതലയാണ് ഇസ്രായേലിനുള്ളത്. ഇപ്പോൾ വേറൊരു രാജ്യത്ത് ചെന്ന് അങ്ങനെ അവർക്ക് തെരഞ്ഞു പിടിച്ച് ഈ ഭീകരരെ വധിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ എയർ സ്ട്രൈക്കുകളാണ് ഉപയോഗിക്കുന്നത്. എയർ സ്ട്രൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഉൾപ്പെടാത്ത ആളുകളും കൊല്ലപ്പെടാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണ് മരണസംഖ്യ ഇപ്പോൾ ഈ പറയുന്ന 3000 റേഞ്ചിലേക്കൊക്കെ ലെബനനിൽ പറയുന്നത്. അതിൽ ഈ 3000 പറയുമ്പോൾ ഈ പേജർ പൊട്ടിത്തെറിച്ച ഹിസ്ബുള്ള ഭീകരരാണ് ഏകദേശം 1500ഓളം വരുന്നത് എന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ ദിവസം 20 പേര് മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് ഹിസ്ബുള്ളയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ട്രാക്ക് ചെയ്ത് തന്നെ മരണം ഏകദേശം 1500ഓളം എത്തി എന്ന് ഇസ്രായേലിൻ്റെ ഫോഴ്സ് IDF എന്നാണ് അതിന് പറയുക, അവർക്ക് വിവരം കിട്ടിയതായിട്ട് അവരുടെ വെബ്സൈറ്റുകളിൽ അവർ ചേർക്കുന്നുണ്ട്. ഇന്നലെ ഈ മിനിഞ്ഞാന്ന് മുതൽ വരുന്ന ഈ എയർ സ്ട്രൈക്കുകളിൽ നിന്നും ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. ഹിസ്ബുള്ള ഭീകരരും മരിക്കുന്നുണ്ട്. അതുകൂടാതെ അവർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുടെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നവർക്ക് പരിക്കേൽക്കുന്നുണ്ട്. ഒഴിവാക്കാനാവുന്ന സംഗതി അല്ലാതെ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അവർ പിന്നെ അവരുടെ രാജ്യത്തേക്ക് ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറിയ ദിവസം മുതൽ അവർ ഹമാസ് ഭീകരരെ ഒരു മുഖത്ത് നമുക്കറിയാം, അവർ പിന്നെ പാലസ്തീനിൻ്റെ കടലിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ഹമാസ് ഭീകരരുടെ ഭാഗമുള്ളത്. ആ റീജിയനിൽ അവർ യുദ്ധം നയിക്കുന്ന സമയത്തും അവരുടെ ശ്രദ്ധ മുഴുവൻ ലെബനോണിലുണ്ട്. കാരണം ഇവർ ഈ ഹിസ്ബുള്ള ഭീകരരെ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി നിരന്തരമായി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അത് ചെറിയ തോതിൽ പരിക്കേൽപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് ഇസ്രായേൽ ഒരു മിസൈലിന് ഒരു മിസൈൽ 1:1 എന്ന രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ വളരെ തീവ്രമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ലെബനോണിലുള്ള മുഴുവൻ ആളുകളെയും അവർ ഫേസ് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ടെക്നോളജിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡ്രോൺ ഉപയോഗിച്ച് ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു ഇൻഡിവിജ്വലിനെ ഷൂട്ട് ചെയ്യാൻ, ഒരു ഇൻഡിവിജ്വലിനെ വെടിവെക്കാൻ സാധിക്കുന്ന ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നും ആ ഡ്രോണുകൾ
അവരുടെ മൊബൈൽ ഫോൺ സിഗ്നലോ അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്തെങ്കിലും പേഴ്സണൽ സിഗ്നലുകൾ ട്രേസ് ചെയ്ത് അവർ താമസിക്കുന്ന സ്ഥലത്ത്, അവർ ഇരിക്കുന്ന സ്ഥലത്ത്, അവർ പിന്നെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന സ്ഥലത്ത്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്, സിനിമ കാണുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് അവരെ അന്വേഷിച്ചെത്തുകയും കൃത്യമായി ആ പേഴ്സന്റെ ഫേസ് ഈ ഡ്രോണിൽ ഘടിപ്പിച്ചുള്ള ക്യാമറ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ആ ഡ്രോണിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഭീകരന്മാരെ സഹായിക്കാൻ ലോകത്തിൽ ഒരു രാജ്യവും ധൈര്യപ്പെടുകയില്ല. കാരണം ലോകത്തിലെ നേതാക്കന്മാരുടെ എങ്കിലും ഇത്തരം സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഇറാനിലെ വെച്ച് ഹമാസിന്റെ നേതാവിനെ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷം ഇറാനിലെ പ്രമുഖ നേതാക്കന്മാരൊന്നും പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായൊരു സൂചനയാണ് നൽകുന്നത്. അവരിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭീഷണി എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാകും. അവരൊന്നും പൊതുസ്ഥലങ്ങളിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കുന്നില്ല. കാരണം ഏത് സമയത്ത് ആകാശത്ത് നിന്നാണോ ഭൂമിയിൽ നിന്നാണോ റോഡിൽ നിന്നാണോ അവരെ അന്വേഷിച്ച് ഒരു ബുള്ളറ്റ് വരുന്നത്, ഒരു ഗൈഡഡ് ബുള്ളറ്റ് വരുന്നത് എന്നാണ്. ബുള്ളറ്റ് മീൻസ് തോക്കിൻ്റെ എന്നല്ല ഉദ്ദേശിച്ചത്. മിസൈൽ പോലത്തെ ഒരു സംവിധാനം കൃത്യമായി വരുന്നതെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് ആരും അതിന് നിൽക്കുന്നില്ല. ഇനി ലെബനോനെ സംബന്ധിച്ച്, ലെബനോൻ എന്ന് പറയുന്നത് ഈ ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു. ഓട്ടോമൻ എംപയറിൽ നിന്ന് സെക്കൻഡ് വേൾഡ് വാറിൽ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്ന ആ സാധനം ഇല്ലാതെ പോയി. അതായത് ഇസ്ലാമിക് ഖാലിഫേറ്റിന്റെ ഭാഗമായി തുടർന്നു വന്ന, മുഹമ്മദ് നബിയുടെ കാലം മുതൽ തുടർന്നു വന്ന ഇസ്ലാമിക് ഖാലിഫേറ്റിന്റെ അവസാന ഭാഗത്തുണ്ടായിരുന്ന ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് വളരെ വളരെ സുശക്തമായ, വളരെ ബ്രോഡായ ഒരു രാജ്യം. ആ ബ്രോഡായ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇസ്രായേലിന്റെ ഭൂപ്രദേശങ്ങളും ഈ ലെബനോന്റെ ഭൂപ്രദേശങ്ങളും ഒക്കെ. ഫസ്റ്റ് വേൾഡ് വാറിൽ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ഭൂമുഖത്ത് നിന്ന് മാഞ്ഞുപോയി. അങ്ങനെ ഓട്ടോമൻ എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന ഭൂവിഭാഗങ്ങൾ വിവിധ രാജ്യങ്ങൾ വീതിച്ചെടുത്തു. അങ്ങനെയാണ് ബ്രിട്ടന്റെ കയ്യിൽ ഈ ഇസ്രായേലിന്റെ റീജിയൻ വന്നത്. അങ്ങനെയാണ് ഈ ലെബനൻ റീജിയൻ വന്നത് ഫ്രാൻസിന്റെ കയ്യിലാണ്. ഫ്രാൻസ് അത് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം, 20-25 വർഷമേ ഫ്രാൻസ് കയ്യിൽ വെച്ചുള്ളൂ. അതിനുശേഷം അവർക്ക് ഫ്രീഡം നൽകി. അത് വളരെ പ്രോഗ്രസീവായിട്ട് വന്നൊരു രാജ്യമാണ്. അവിടെ ക്രിസ്ത്യാനികളായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഇസ്രായേലിന്റെ ഫോർമേഷന് ശേഷം വളർന്നു വന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമായി ലെബനൻ പ്രദേശത്തേക്ക് ധാരാളമായി മുസ്ലിങ്ങൾ കുടിയേറുകയും കൂടാതെ ഇസ്രായേലിൽ നിന്നും പലായനം ചെയ്ത ഈ പാലസ്തീനികളും ആ ഭാഗത്തേക്ക് കുടിയേറുകയും അങ്ങനെ അത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി തീരുകയാണ്. ക്ലിയറായ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ലെബനനിൽ 40% മേൽ, ഏകദേശം 43% ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവര് ബാക്കിയുള്ള മുസ്ലിങ്ങൾ തന്നെ ഡയറക്ട്ലി ഡിവൈഡഡ് ആണ്. സുന്നി ഷിയ എന്ന ഏകദേശം പകുതിയാണ്. അവരെ മുഖത്തോട് മുഖം കാണാൻ പറ്റാത്ത ആളുകളാണ്. അതുപോലെ അവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളും ഈ മുസ്ലിം സമൂഹങ്ങളുമായിട്ട് നല്ല നിലയിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു സിവിൽ വാറുണ്ട്. ക്രിസ്ത്യാനികളും ഷിയ മുസ്ലിങ്ങളും കുർദുകളും സുന്നി മുസ്ലിങ്ങളും തമ്മിൽ വലിയ വഴക്കുണ്ട്. പിന്നീട് ഖത്തറിൽ വെച്ച് നടന്ന ഒരു സമ്മിറ്റിൽ 1994 തോന്നുന്നു, ഒരു സമ്മിറ്റിൽ അതിൽ ഭരണ സംവിധാനങ്ങൾ ഡിഫൈൻ ചെയ്യുകയും അങ്ങനെ ഈ ലെബനനിലെ പ്രസിഡന്റ് ക്രിസ്ത്യാനിയും പ്രധാനമന്ത്രി ഷിയ മുസ്ലിമും പിന്നെ സ്പീക്കർ സുന്നി മുസ്ലിമും എന്ന നിലയ്ക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഏകദേശം പകുതിയോളം സീറ്റുകൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ബാക്കി പക്ഷേ ഇലക്ട് ചെയ്യപ്പെടുമ്പോൾ ഈ രീതിയിൽ ഇലക്ട് ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്ന നിലയിലാണ് അവിടുത്തെ ഭരണ സംവിധാനം ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത്. പക്ഷേ ഒരു നല്ല ഡെമോക്രസി ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല. ഭയങ്കര സിവിൽ വാറാണ്, സമൂഹങ്ങൾ തമ്മിൽ വഴക്കാണ്. അതിനിടയിൽ വന്ന് മുതലെടുത്ത് തുരന്നു കയറിയതാണ് ഈ ഷിയാക്കളുടെ ഈ പട്ടാളമായ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഈ ഭീകര പ്രസ്ഥാനം. ഇതിനെ വളർത്തുന്നത് ഖമേനിയാണ്. ഖമേനിയുടെ പേഴ്സണൽ താല്പര്യത്തിൻ്റെ പേരിൽ 1982 ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ ഫോം ചെയ്യപ്പെട്ടുള്ള ഭീകര പ്രസ്ഥാനമാണിത്. പക്ഷേ ആ ഭീകര പ്രസ്ഥാനത്തിൻ്റെ കൈയും കാലും ഓടിക്കുവാൻ ഇതിനു മുൻപ് നടത്തിയ പേജർ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് സാധിച്ചു. അതുകൊണ്ട് അവർക്ക് വലുതായിട്ടൊന്നും തിരിച്ചടിക്കാൻ പറ്റില്ല. അവരുടെ മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഇവർ ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രിസിഷനോടെയൊന്നും മിസൈലുകളൊന്നും അയക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുകയില്ല. ഏതെങ്കിലും പുരപ്പുറത്ത് നിന്നോ ടെറസിൻ്റെ മുകളിൽ നിന്നോ ഒന്ന് മിസൈൽ അയച്ചാൽ അത് കൃത്യമായ ടാർഗറ്റിലേക്ക് പോവുകയില്ല. അതിന് മിസൈൽ ലോഞ്ചിങ് സംവിധാനങ്ങൾ വേണം, കൃത്യമായിട്ടുള്ള ഡിറ്റക്റ്റിംഗ് സംവിധാനങ്ങൾ വേണം, ട്രാക്കിംഗ് സംവിധാനങ്ങൾ വേണം, റഡാർ സംവിധാനങ്ങൾ വേണം. ഇത്തരം സംവിധാനങ്ങളെയൊക്കെ വലിയ തോതിൽ ഇസ്രായേൽ ഇതിനകം തന്നെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇസ്രായേലിനെ വലുതായി ഒന്നും തിരിച്ചാക്രമിക്കാൻ ഈ കൂട്ടർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇത് വലുതായിട്ട് വളർന്നു പോകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഹമാസുമായി ഉണ്ടായ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഹമാസ് ഭീകരന്മാരെ ഏകദേശം 85-90% ആളുകളും വധിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ 100% എലിമിനേറ്റ് ചെയ്യുന്നതാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. അവരുടെ പ്രഖ്യാപനത്തോട് വളരെ അടുത്ത് അവർ എത്തിക്കഴിഞ്ഞു. ഇനി അവരിൽ ആരെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ തുർക്കിയിലേക്ക്, അല്ലെങ്കിൽ സിറിയയിലേക്ക്, ഇല്ലെങ്കിൽ ലെബനനിലേക്ക്, ഇത്തരം രാജ്യങ്ങളിലേക്ക് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പം ഒരു അനുഗ്രഹമായി നിൽക്കുന്നത് ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഈജിപ്തും ജോർദാനും ഇസ്രായേലിന് എതിര് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവരാരും ഇസ്രായേലിന് എതിര് നിൽക്കുന്നില്ല. പിന്നെ ഈ ഒരു മൈനർ ബോർഡറാണ് സിറിയയുമായിട്ടും ലെബനനുമായിട്ടുള്ളത്. ലെബനനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇപ്പം ഈ അറ്റാക്ക് വരുന്നത്. ഈ അറ്റാക്ക് അവർ കുറച്ച് നാളുകൊണ്ട് ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ പോലെ ചെയ്ത് ഈ ഹിസ്ബുള്ളയെ പൂർണ്ണമായും അവരോട് തുടച്ചു നീക്കുകയും ഒരു പ്രോ ഇസ്രായേലി ഗവൺമെൻറ് അവരെ ലെബനനിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുകയും ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ന് ഇസ്രായേലിൻ്റെ ഒരു പവർ ഉപയോഗിച്ച്, അമേരിക്കയുടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹിസ്ബുള്ളയെ എലിമിനേറ്റ് ചെയ്താൽ അവിടുത്തെ ഒരു ഗവൺമെൻറ്, അത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ നിശ്ചയിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അവർക്കവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഒരു പാവ ഗവൺമെൻറ് അവിടെ ഭരിക്കുകയും അങ്ങനെ അവിടെ നിന്നുള്ള ഭീകരരുടെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അവസാനിക്കുകയും ചെയ്യും. പിന്നീട് വരുന്നത് സിറിയയാണ്. സിറിയ ഇപ്പം ഓൾമോസ്റ്റ് സൈലൻ്റ് ആണ്. കാരണം അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇറാന് ഈ ലെബനനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ഒരു എക്സിറ്റ്, ഒരു മാർഗം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സിറിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ലെബനനിലെ ഈ ഒരു ഗ്രൂപ്പിനെ സൈലൻ്റ് ആക്കിയാൽ പിന്നീട് ഈ പറഞ്ഞ ആയുധങ്ങളൊന്നും ട്രാൻസിറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവാത്ത അവസ്ഥ വരും. മാത്രമല്ല ഇറാൻ ഈ ഒരു തരത്തിലും ഇറാൻ അനങ്ങുകയില്ല. കാരണം ഇറാനെ അതുപോലെ പൂട്ടി അമർത്തി വെച്ചിരിക്കുകയാണ്. ഇറാൻ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ 1-2 എണ്ണമാണുള്ളത്. ഒരെണ്ണമാണ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ 2 ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. 2 എണ്ണവും ആ നിമിഷം പൊട്ടിത്തെറിക്കും. വേറെ കാര്യം കൊണ്ട് ബോംബിടണ്ട. അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ന്യൂക്ലിയർ ബോംബായിട്ട് മാറും. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും ഈ പ്രശ്നത്തിൽ ഇടപെടുകയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. പുട്ടിൻ്റെ അവസ്ഥ അറിയാം. പുട്ടിൻ പോയിട്ട് മറ്റേ കുരങ്ങൻ പണ്ട് മരത്തിനിടയ്ക്കുള്ള ആപ്പ് വലിച്ചു ഊരിയതുപോലെയാണ് ഉക്രൈനിൽ പോയിട്ട് പെട്ടത്. പുട്ടിൻ അന്തസ്സായിട്ട് അതിനിടയ്ക്ക് പെട്ട് കിടക്കുക. അപ്പോൾ പുട്ടിന് അവിടുന്ന് ഊരിയിട്ട് വേണം പുട്ടിൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ. അതുകൊണ്ട് പുട്ടിന് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഡയലോഗ് അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യുദ്ധം വളരാനുള്ള സാധ്യതയില്ല. ഇത് കുറച്ച് ദിവസം കൊണ്ട് ഈ ഹിസ്ബുള്ള ഭീകരർ ഇപ്പോൾ ഈ ഹമാസ് ഭീകരർക്ക് എന്ത് സംഭവിച്ചോ അതേ കാര്യം ഹിസ്ബുള്ള ഭീകരർക്ക് സംഭവിക്കും. ഇസ്രായേൽ സമാധാനത്തിലേക്ക് എത്തും. അതിനുശേഷമേ അടുത്ത സ്റ്റെപ്പുകൾ. അവരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളും അവരുടെ രാജ്യത്ത് തന്നെ സാധിച്ചെടുക്കാറുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് അവർ മുന്നേറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ വളരെ വേഗം അവസാനിക്കട്ടെ എന്നും ലോകത്ത് സമാധാനമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.